ഏകദേശം ഈ ലാസ്റ്റ് ടൈം ആയപ്പോൾ നമ്മളെ ഫാക്കൽറ്റീസ് നന്നായി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എക്സാമിൻ്റെ തലേദിവസമൊക്കെ എക്സാമിൻ്റെ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഫുൾ ടൈം അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഏത് ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഡൗട്ടൊക്കെ ചോദിക്കാം. സൈലം പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റഡി മെറ്റീരിയലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ലോയിൽ അബൂബക്കർ സാറിൻ്റെ നമ്മുടെ ടോപ്പ് ഫാക്കൽറ്റി ആണല്ലോ, അബൂബക്കർ സാറിൻ്റെ ബുക്ക് എന്ന് പറയുമ്പോൾ അതന്നെ മതി ശരിക്കും പാസ്സാവാൻ. അത് വൃത്തിക്ക് പഠിച്ചാലും എന്തായാലും ഷുവറായിട്ടും പാസ്സാവും. സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ എനിക്കും ലോയിൽ കുറേ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ എങ്ങനെ എഴുതണം, എന്താ എഴുതണ്ടേ എന്നൊക്കെ മനസ്സിലായി തുടങ്ങിയത് എനിക്ക് അബൂബക്കർ സാറിൻ്റെ ക്ലാസ് കിട്ടിയപ്പോഴാണ്. അക്കൗണ്ട്സ് പഠിപ്പിക്കണ ഷബാബ് സാറെ പറ്റി പറയുകയാണെങ്കിൽ സാറ് കറക്റ്റായിട്ട് എങ്ങനെ ബേസ് മുതൽ നമ്മളെ ഫുൾ സെറ്റാക്കിയിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ വിഷയത്തിലും എല്ലാവരും പാസ്സാവണം എന്നുള്ള ടാർഗറ്റ് വെക്കുക. പക്ഷേ സാർ ഞങ്ങളോട് ഫസ്റ്റ് ക്ലാസ് തന്നെ പറഞ്ഞത് പാസ്സാവണം എന്നുള്ളതിൽ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട, നമുക്ക് 90 എബോ അടിക്കണം അല്ലെങ്കിൽ 70 എബോ അടിക്കണം, എല്ലാവരും ഫുൾ സെറ്റായിട്ട് അഗ്രിഗേറ്റ് പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ അക്കൗണ്ട്സിലാണെന്ന് പറഞ്ഞിട്ടാണ് ക്ലാസ്സൊക്കെ തുടങ്ങുന്നത്. അതുപോലെ മാത്സും അക്കൗണ്ട്സും അതൊക്കെ തന്നിട്ടുണ്ട്. ശരിക്കും അതൊക്കെ വൃത്തിക്ക് പഠിച്ചാൽ അതൊക്കെ തന്നെ മതി ശരിക്കും പാസ്സാവാൻ. അതപ്പോൾ നമ്മൾ ഇത്രയും ഒരു ടെൻഷൻ ഇല്ലാണ്ട് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് നമുക്കൊരു കോൺഫിഡൻസ് പാസ്സാവുന്നുള്ള കോൺഫിഡൻസ് വരാനുള്ള കാരണം ഈ 4 സാറുമാരുടെ എഫേർട്ട് തന്നെ. സാറുമാർ ഇത്രയും അടിപൊളിയായിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തരിക, അതുപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യിക്കുക. ഇവിടെ സ്റ്റഡി സെക്ഷനായിട്ട് 8 മണി വരെ ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രഷർ വല്ല ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സൊല്യൂഷൻസ്, നമ്മളെ പ്രഷർ കുറയ്ക്കാനുള്ള കുറേ പ്രോഗ്രാംസും ഓരോ ദിവസം മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട്, പിന്നെ ലാസ്റ്റ് മാരത്തോണിൻ്റെ കേസ് അതും കൂടെ ആകുമ്പോൾ പെർഫെക്റ്റാണ്. പിന്നെ അതിൻ്റെ മോൾക്ക് ഇനി ഒരു സ്റ്റുഡൻസിന് അതിൻ്റെ മോൾക്കൊന്നും വേണ്ട. അത് സി എയിലേക്ക് വന്നപ്പോൾ തന്നെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. ഇപ്പോൾ വീട്ടിൽ തന്നെ കുറച്ച് ഇതുണ്ടായിരുന്നു, നിന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു നാട്ടിൽ നിന്നും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ആദ്യത്തെ ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ വലിയ പ്രശ്നമായിട്ട് തോന്നണില്ല. കാരണം നമ്മളെ കൊണ്ട് പറ്റും, പഠിച്ചാൽ എന്തായാലും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, സൈലം. അതിൻ്റെ മോൾക്ക് ഇനി ഒരു ഓപ്ഷൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫീസിൻ്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് സൈലാണ് ബെറ്റർ, വേറെ ചൂസ് ചെയ്യാനില്ല.